നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. നിലമ്പൂർ പോസ്റ്റ് ഓഫീസിലേക്ക് CITU മാർച്ച് നടത്തി. അവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായിരുന്നു പരിപാടി. സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക, കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക, തുല്യവേതനം ഉറപ്പാക്കുക, മിനിമം PF പെൻഷൻ 9,000 രൂപയാക്കി ഉയർത്തുക, അഗ്നിവീർ ആയുധ്വീർ പദ്ധതികൾ ഉപേക്ഷിക്കുക, 10 വർഷം സർവീസുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CITU നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത് മാസങ്ങൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ CITU ഇത്തരത്തിലുള്ളൊരു സമരവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും. പക്ഷേ അധികാരം ഏറ്റെടുത്ത് ദിവസങ്ങൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ ഈ ഗവൺമെന്റിന്റെ നയമെന്താണ് എന്ന് ആ സർക്കാരിന്റെ നടപടികളിലൂടെ രാജ്യത്തെ ജനങ്ങളും ഇന്ത്യയിലെ തൊഴിലാളി വർഗവും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരു കാരണവശാലും കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് പിന്തുടർന്ന ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നയങ്ങളിൽ നിന്ന് പുറകോട്ട് പോകില്ല. അത് കൂടുതൽ ശക്തിയായി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ഘടകകക്ഷികളുടെ പിന്തുണ ആവശ്യമായിട്ടും തങ്ങൾ തുടങ്ങിവെച്ച എല്ലാ നടപടികളും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്ന ധിക്കാരപരമായ സമീപനത്തിനെതിരെ ഏരിയ സെക്രട്ടറി P. ശിവാത്മജൻ അധ്യക്ഷത വഹിച്ചു. P. ഉണ്ണികൃഷ്ണൻ, കൈരളിദാസ്, PV ഇസ്മായിൽ, മണി, V. രാജേന്ദ്രൻ, രവീന്ദ്രൻ, K. സെയ്ദ്, നളിനി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.